ഒരു ഹിറ്റ്ലറിന്റെ രൂപം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ വ്യക്തിയിൽ? ഇന്നത്തെ ഈ അവസാനത്തെ ആ പ്രഖ്യാപനമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? വാതിലടച്ചു. ഹിറ്റ്ലറിസം അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കേരളത്തിൽ നടക്കുന്നത്. ബഹുമാനപ്പെട്ട KC പോലും വാക്ക് പറയാൻ ശേഷിയില്ലാതെ, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ഈ പറയുന്ന ബഹുമാനപ്പെട്ട K കരുണാകരന്റെയും ഉമ്മൻചാണ്ടി സാറിന്റെയും ഈ പറയുന്ന KM മാണിയുടെയും കൂടെ 10, 35, 40 വർഷമായി കേരളത്തിന്റെ ഭരണത്തിൽ മന്ത്രിയായി കേരളത്തിന്റെ രാഷ്ട്രീയം തീരുമാനിക്കുന്നതിൽ ഉന്നത നിലവാരം പുലർത്തി അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള നേതാക്കളോട് പോലും പുച്ഛഭാവത്തിൽ പെരുമാറുകയും ധിക്കാരം കാണിക്കുകയും ഏത് പാണക്കാട് തങ്ങൾ എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ തങ്ങന്മാരുടെ പാണക്കാട് തങ്ങളുടെയും ഇവിടുത്തെ സാമുദായിക നേതാക്കന്മാരുടെയും മതമേലധ്യക്ഷന്മാരുടെയും ഇടപെടൽ പോലും പുച്ഛിച്ച് തള്ളുന്ന ആ വ്യക്തി UDFന്റെ നേതൃത്വത്തിലിരിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് അതിലേക്ക് വാതിൽ കൂടി അടച്ചുകൊണ്ട് ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഓപ്ഷനും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ. എൻ്റെ ജീവൻ നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിലാണ്. ആ മലയോര കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോരാട്ടം മുഴുവൻ നടത്തിയത്. അവരുടെ കാർഷിക പ്രശ്നങ്ങൾ, അവിടുത്തെ വന്യമൃഗ ശല്യം, ഈ പോലീസിന്റെ അക്രമം, തൊഴിലാളികളുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നം, ഈ പറയുന്ന ടാപ്പിംഗ് തൊഴിലാളികളുടെ പ്രശ്നം, ഈ പറയുന്ന എന്താ പറയാ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് സബ്സിഡി കൊടുത്തിട്ട് 4-5 വർഷമായി. ഇങ്ങനെ ജനങ്ങളുടെ നിത്യജീവിതം, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രശ്നം, വഴിയോര കച്ചവടക്കാരുടെ പ്രശ്നം, ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ 18 മണിക്കൂറും കഠിനാധ്വാനം നടത്തുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ ഈ ഗവൺമെന്റിന്റെ ചില നിലപാടുകൾ ശരിയാവുന്നില്ല, പ്രയാസത്തിലാണ്. ഇവിടുത്തെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർക്ക്, സഖാക്കൾക്ക് ഗവൺമെന്റിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കന്മാരെ അപമാനിച്ചു വിടുന്നു കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും പോലീസും. ഇത് പറഞ്ഞതിന്റെ പേരിൽ ആ ഗവൺമെന്റിൽ നിന്ന് ഇറങ്ങി വന്നവനാ ഞാൻ. ഇവിടെയാണ് എന്നെ കത്രിക പൂട്ടിട്ട് പൂട്ടുന്നത്. നിങ്ങൾ എഴുതി വെച്ചോ. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നിലമ്പൂരിലെ ജനങ്ങളോട് ഒറ്റ വാക്കേ പറയാനുള്ളൂ. എൻ്റെ കയ്യിൽ ഒന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടി ഈ ഇത്രയും കാലം ഞാൻ നടത്തിയ പോരാട്ടം, 9 വർഷം ഞാൻ അവിടെ നടത്തിയ വികസന പ്രവർത്തനം, ദുരന്തങ്ങളിൽ, ദുരിതങ്ങളിൽ, ആശുപത്രിയിലെ പ്രയാസം, എല്ലാത്തിലും ഒരു MLAക്ക് അപ്പുറം നിങ്ങളുടെ ഒരു സഹോദരനായി നിന്ന് ഞാനൊരു ബേക്കറിയിലും കയറി, AC ബേക്കറി കയറി. ഞാൻ നിലമ്പൂരിൽ ചായ കുടിക്കാറില്ല, പൊതുവിൽ ഞാൻ കുടിക്കാറില്ല. അവിടുത്തെ സാധാരണ വഴിയോര കച്ചവടക്കാരന് അവന്റെ അടുത്ത് ഒരു ബുൾസൈ, ഒരു കട്ടൻ ചായയും വാങ്ങിയാൽ അവന് 100 റുപ്യ കിട്ടുമല്ലോ. ആ ഉദ്ദേശത്തിൽ നടക്കുന്ന അവർക്ക് വേണ്ടി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോ ഇപ്പൊ എന്റെ ജീവൻ പോലും അപകടത്തിലാണ്. ഒരു ഭാഗത്ത് പിണറായിയാണ്, ഒരു ഭാഗത്ത് സതീശനാണ്, ഒരു ഭാഗത്ത് RSS ആണ്. ഇത് മൂന്നും കൂടി കൂടിയിട്ട് എന്നെ ഞെക്കിപ്പിഴിയാനുള്ള തീരുമാനമാണ്. ഞാൻ ഈ 2026 തെരഞ്ഞെടുപ്പ് വരെ ഒരു പക്ഷേ ജയിച്ചിരിക്കും. അല്ല, ജനങ്ങൾ നിലമ്പൂരിൽ എന്നെ കൈവിട്ടാൽ ഞാനുണ്ടാകും എന്ന പ്രതീക്ഷ എനിക്കില്ല. ഞാനുണ്ടാകുന്ന പ്രതീക്ഷ എനിക്കില്ല. എന്റെ വിധി അതാണെങ്കിൽ അത് നടക്കട്ടെ എന്നാണ് എന്റെയും തീരുമാനം. കാരണം പരിശുദ്ധ ഖുർആനിൽ ഒരു വാചകമുണ്ട്, നിങ്ങളുടെ മരണം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. നിങ്ങൾ എവിടെ ഒളിച്ചിരുന്നാലും, വീടിന്റെ അകത്ത് വാതിലടച്ചിരുന്നാലും, നിങ്ങളുടെ മരണം കണക്കാക്കപ്പെട്ട സമയം, അത് കുറിക്കപ്പെട്ട സമയമാണ്. അത് ഒരു തരി പിന്തിക്കുകയോ മുന്തിക്കുകയോ ഇല്ല. അത് നടപ്പിലാക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അതുകൊണ്ട് ആ മരണത്തെ ഞാൻ ഭയപ്പെടുന്നില്ല. ഞാൻ എൻ്റെ ജീവൻ നിലമ്പൂരിലെ ഈ പറയപ്പെടുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. ഈ പറയുന്ന താല്പര്യക്കാരായ നേതാക്കളുടെ താല്പര്യത്തിന് വേണ്ടാണോ? അതാണോ രാഷ്ട്രീയം? അതല്ല. ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ MLAയും എൻ്റെ പദവികളും എൻ്റെ സൗകര്യങ്ങളും മുഴുവൻ ത്യജിച്ച് നിങ്ങളോടൊപ്പം പോരാട്ടത്തിന് നിങ്ങളെ വിശ്വസിച്ച്, എൻ്റെ കയ്യിൽ ഈ പറയുന്നത് പോലെ അപ്പുറത്ത് 97 MLAമാരും മുഖ്യമന്ത്രിയും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇന്ന് മണ്ഡലത്തിലുണ്ട്. അപ്പുറത്ത് 43, 42 MLAമാരും MP മാരും. ഈ നാട്ടിലെ മുഴുവൻ തന്നെ എല്ലാവരും ഇവരെയൊക്കെ കൂടെ ഉണ്ടാവും. എൻ്റെ കൂടെ വരാൻ ഒരാളില്ല, മൂന്നാമതൊരാൾ ഇതിലേക്ക് വരാനില്ല. ഈ ഇവിടെ നിൽക്കുന്ന ഈ പാവപ്പെട്ട തൊഴിലാളികളല്ലാതെ ഇതേപോലെ എന്നെ കാത്തിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യര്, പാവപ്പെട്ട സ്ത്രീകള്. ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം നിങ്ങൾക്കറിയാം, മയക്കുമരുന്നാണ്. ഒരു സ്റ്റെപ്പ് എടുക്കാത്ത ഗവൺമെന്റാണ്.
മയക്കുമരുന്നിനെതിരെ പറയും മുഖ്യമന്ത്രി രാസലഹരി. മദ്യം ഒഴുക്കുകയാണ്. മദ്യഷാപ്പുകൾ ആരംഭിച്ചുകൊണ്ടേയിരിക്കുന്നു. KSRTC ബസ് സ്റ്റാൻഡിൽ മദ്യശാലകൾ തുടങ്ങാൻ തീരുമാനമെടുത്ത ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. അമ്മമാർക്ക്, പെങ്ങന്മാർക്ക്, സഹോദരിമാർക്ക് വീടിന്റെ അകത്ത് മക്കളെ വിശ്വസിച്ച് കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് കേരളത്തോട് വിളിച്ചു പറഞ്ഞത് ഈ മലയോര ജാഥ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നടത്തിയ ആ ജാഥയിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കേട്ടു, ഇത് ഏറ്റെടുക്കണം LDF UDF എന്ന്. ഇപ്പൊ കുറെ നാടകം നടന്നു, കുറെ ആളുകളെ അറസ്റ്റ് ചെയ്തു പോകുന്നില്ല. 317 ആളുകൾ ഈ ജനുവരി പിറന്നതിന് ശേഷം കേരളത്തിൽ മരണപ്പെട്ടു. ഭൂരിപക്ഷം സ്ത്രീകളാ, സഹോദരിമാരാ, അമ്മമാരാണ്, ഭാര്യമാരാണ്. അതിനെതിരെയുള്ള പോരാട്ടം നമ്മൾ തുടരും. അതിന് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, എന്നെ സഹായിക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞാനല്ല സ്ഥാനാർത്ഥി. നിലമ്പൂരിലെ ഓരോ വോട്ടറും സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ പാവപ്പെട്ട ഈ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മലയോര കർഷകർ ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളി വിഭാഗത്തിനും സാധാരണക്കാരായ കർഷകർക്കും സമർപ്പിക്കുന്നതോടൊപ്പം രാജ്യത്ത് ഈ പെഹൽഗാമിൽ പാകിസ്ഥാനെതിരെ പോരാടി ഈ നാടിനെ രക്ഷപ്പെടുത്തിയ ധീര ജവാന്മാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും അതോടൊപ്പം ഈ ഇന്ത്യയിലെ അതിന് പിന്തുണ നൽകിയ മുഴുവൻ ജനങ്ങൾക്കും ഈ ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും പിന്തുണ നൽകിക്കൊണ്ടും ഇനിയും ഇത്തരത്തിലുള്ള ഭീഷണികൾ നേരിടാൻ കേരളത്തിലെ ജനങ്ങൾ നാട്ടിൽ ഒന്നായി നിന്നുകൊണ്ട് അകത്ത ഭവിഷ്യത്തിനെയും പുറത്ത ഭവിഷ്യത്തിനെയും നേരിടാൻ നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും. അതുകൊണ്ട് ഞാനല്ല സ്ഥാനാർത്ഥി, നീ നിലമ്പൂരിലെ 2,30,000 ചില്ലാനം വരുന്ന ജനങ്ങളാണ് അവിടെ സ്ഥാനാർത്ഥി. അപ്പൊ എൻ്റെ കത്തിയും എൻ്റെ കഴുത്തും എൻ്റെ ജീവനവും എൻ്റെ ജീവിതവും നിലമ്പൂരിലെ ജനങ്ങൾക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ കഴിഞ്ഞ 8-9 മാസമായി ഞാൻ ഉയർത്തിയ സകലമാന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും പിന്തുണ നൽകി എന്നോടൊപ്പം നിന്നവരാണ് കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമ പ്രവർത്തകരും. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നാടിന്റെ നന്മ ആഗ്രഹിച്ച് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഹൃദയം തുറന്ന നന്ദിയും നിങ്ങളോടുള്ള കടപ്പാടും നിങ്ങളോടുള്ള ബഹുമാനവും നിങ്ങളോടുള്ള ആദരവും അറിയിച്ചുകൊണ്ട് കേരളത്തിൽ നാളെ ഞങ്ങൾ ഈ പറയുന്ന നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതവും ആശീർവാദവും തേടുകയാണ്. പൊന്നാന മാഷെ ആവർത്തിച്ച് പറഞ്ഞല്ലോ, ഞാൻ കൂടെ നിന്നാൽ പോലും അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ കഴിയില്ല. 1. നമ്പർ 1, അതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ പരാജയത്തോട് കൂടിയിട്ട് പിണറായിസും അവസാനിപ്പിച്ചു, ആന്റി ഇൻകംബൻസി അവസാനിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്ക് മത്സരിച്ച് നേടുന്ന വോട്ടാണ് കൃത്യമായ ആന്റി പിണറായി വോട്ട്. ഞങ്ങൾ ജയിക്കാനാണ് മത്സരിക്കുന്നത്. ആ മണ്ഡലത്തിലെ പാവപ്പെട്ട ജനങ്ങൾ എനിക്ക് പ്രതീക്ഷയുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നാടിന്റെ നാനാഭാഗത്ത്. അത് ആ നാട്ടിലെ പാവപ്പെട്ട വോട്ടർമാരാണ്. ആ വോട്ട് നേടി ഈ പറയുന്ന ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ഒരു ഭാഗത്ത് പിണറായിയുടെ നേരെ നിൽക്കുന്ന പിണറായിസത്തിന്റെ വക്താവും മറുഭാഗത്ത് പിണറായിക്ക് പിന്നിൽ ഒളിഞ്ഞു നിന്ന് ഈ സമൂഹത്തെ മുഴുവൻ ചതിക്കാൻ നിൽക്കുന്ന, ഒളിഞ്ഞു നിൽക്കുന്ന രണ്ടാമത്തെ പിണറായിയും തമ്മിലെ പോരാട്ടം. ആ പോരാട്ടത്തിൽ ജനങ്ങൾക്കാണ് വിജയം. ആ വിജയം അവിടെ ഉണ്ടാകും. ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വിജയം നേടും. അത് ഞങ്ങൾ ഫൈനൽ ഡിസ്കഷനിലാണ്. അല്ല, അതിന് നിങ്ങൾ ഭയപ്പെടണ്ട. എൻ്റെ രാഷ്ട്രീയ ഭാവി എന്നെ ആക്കിയത് നിലമ്പൂരിലെ ജനങ്ങളാണല്ലോ. ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി ഒരു പിടുത്തവും ഇല്ലാതെ നടന്ന എന്നെ കേരളത്തിലെ നിയമസഭയിലേക്ക് പറഞ്ഞയച്ചത് നിലമ്പൂരിലെ ജനങ്ങളാണ്. ആ ജനങ്ങൾ എന്നെ കൈവിടുമെന്ന ഒരു വിശ്വാസവും എനിക്കില്ല. അവരിൽ തന്നെയാണ് ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഇത് പറഞ്ഞല്ലോ, പിണറായി വിജയന്റെ പിന്നിൽ നേരെ നിൽക്കുന്നത് VD സതീശൻ, അതിന്റെ പിന്നിൽ നിൽക്കുന്നത് ഷൗക്കത്ത്. പിണറായിസത്തിനെതിരെ ഒരു വാക്ക് പറയാത്തവനാണ് ഈ സ്ഥാനാർത്ഥി എന്ന് ആവർത്തിച്ച് ഞാൻ പറഞ്ഞ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞല്ലോ. പിന്നെ എന്താ തർക്കത്തില്?
ആളുകൾ ചോദിക്കും PV രാജിവെക്കും, അതേ അതിനുശേഷം അവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും, വീണ്ടും അതേ തെരഞ്ഞെടുപ്പ് വീണ്ടും PV തന്നെ മത്സരിക്കും. അപ്പോൾ അത് ശരിയായി തോന്നുന്നുണ്ടോ? അങ്ങനെ തെറ്റുകൾ അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം ഇതിൽ നിന്ന് മാറിയത്. അങ്ങനെ എത്രയോ ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ അതിന് പോലും തയ്യാറില്ലാതെ മാറി നിന്നൊരു കുടിയേറ്റ കർഷകനെ എന്താ പറയുക, ഈ വിഷയങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരാനാണ് ഞാൻ പറയുന്നത്. ഇപ്പം അതും അടഞ്ഞു, കുടിയേറ്റ കർഷകരും ഇല്ല. ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഈ പറയുന്ന UDF സ്ഥാനാർത്ഥി കുടിയേറ്റ കർഷകനാണോ? ഈ പറയുന്ന അപ്പുറത്ത് നിൽക്കുന്ന LDFന്റെ ഈ പിണറായിസത്തിന്റെ വക്താവായ സ്വരാജ് കുടിയേറ്റ കർഷകൻ. അപ്പൊ ആരും പരിഗണിച്ചിട്ടില്ല. പൂർണ്ണമായിട്ടും അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഞാൻ മുന്നോട്ട് പോകും. ഇത് നമ്മളിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയ ഒരു ഓട്ടോറിക്ഷ തട്ടിയ തീരൂലേ അല്ലേ? ഇതല്ലേ ഇപ്പൊ മനുഷ്യന്റെ കാര്യമുള്ളൂ. അല്ല ഞാൻ പറയട്ടെ, അത്രയല്ലേ ഉള്ളൂ. മനുഷ്യന്റെ ഒരു ജീവന് പോലും അത്രേ ഉള്ളൂ. പിന്നെ ഈ ഇത്തരം ചോദ്യങ്ങൾക്ക് എന്താ അർത്ഥമുള്ളത്? ഈ വാതിൽ അടച്ച സ്ഥിതിക്ക് എന്റെ പൊന്നനുമോദേ, ഇനി എന്ത് മാർഗം? തട്ട് പൊളിച്ചിറങ്ങാൻ പറ്റുമോ? പൈസ വന്നുകൊണ്ടേയിരിക്കുന്നു. അത് പറഞ്ഞിട്ടാ വന്നു. ഇഷ്ടം പോലെ ആളുകൾ വിളിക്കുന്നുണ്ട്. ഇവിടെ ജീപ്പ് ഏറ്റവരുണ്ട്, അനൗൺസ്മെന്റ് വണ്ടി ഏറ്റവരുണ്ട്, പോസ്റ്റർ ഏറ്റവരുണ്ട്, ഹോർഡിങ് ഏറ്റവരുണ്ട്. ഈ ഇപ്പൊ വേങ്ങരയിലെ ഒരു പാവപ്പെട്ട 5 സെന്റുകാരൻ എന്തൊരു വീട് ആധാരമായിട്ട് ഇന്നലെ വന്ന പാവപ്പെട്ടവരുണ്ട്. ഞങ്ങളുടെ പൈസ ഇല്ലതാ അന്നൂറാക്കായി ആധാരം കൊണ്ട് അയച്ചോളി. ഇത് കൊടുത്താൽ 25,000 50,000 കിട്ടും. ഈ സർക്കാർ ബാങ്ക്, സഹകരണ ബാങ്ക് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അപ്പം പട്ടിണി കടന്നാണ് ജനങ്ങൾ പോരാടും. മനസ്സിലായില്ലേ? ഇനി ഈ പറയുന്ന സതീശന്റെ കാല് നക്കി മുന്നോട്ട് പോകാൻ ഞാനില്ല. ഞാന് ദൈവം നിശ്ചയിച്ചത് ഈ ദൈവം നിശ്ചയിച്ചത് പോരാടി മരിക്കാനാണ് എന്റെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പോരാടി മരിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ എനിക്കൊരു ഭയമില്ല. ആയിക്കോട്ടെ, അപ്പോഴും പിണറായിസത്തിന്റെ വോട്ട് ഇവിടെ ഉണ്ടല്ലോ. ഈ പിണറായിസത്തിന്റെ വോട്ടും UDFന്റെ വോട്ടും കൂടി കൂട്ടുമ്പോ ഒന്നും കൂടെ മുന്നോട്ട് പോയി. അപ്പോഴും പിണറായിസത്തിനെതിരല്ല, പിണറായിയുടെ വക്താവായി നിൽക്കുന്ന 2 ആൾക്കാർ. അപ്പം ഈ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടു ജനങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി അദ്ദേഹം വിജയിച്ചാലും പിണറായിസത്തിനെതിരെ വോട്ട് ഇവിടെ ഉണ്ടല്ലോ. അതിനെന്താ തർക്കം? പൊളിറ്റിക്കൽ വോട്ട് അദ്ദേഹത്തിന് പോയി, അദ്ദേഹം ജയിച്ചു എന്ന് നിങ്ങൾ കരുതുക. ഒരു സാധ്യതയില്ല. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. അപ്പോഴും പിണറായിസത്തിനെതിരെ വ്യക്തമായ വോട്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കൃത്യമായി എണ്ണ ഉണ്ടാവുമല്ലോ. അത്രേ ഉള്ളൂ ഇതില്. എങ്ങനെ എല്ലാം നാളെ വൈകിട്ട് പറയും ആ കാര്യത്തില്. ഞങ്ങൾ എങ്ങനെയാണ് ഈ സ്ട്രാറ്റജി ഇപ്പൊ 1 മണിക്കൂർ മുമ്പാണല്ലോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിനില്ല എന്ന് പറഞ്ഞ് മാറിയെന്നല്ലേ? തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ ഈ വാതിലടച്ചു, ഇരുമ്പ് വാതിലടച്ചു എന്ന് ബഹുമാനപ്പെട്ട ഹിറ്റ്ലർ കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് പ്രഖ്യാപിച്ചത്. അപ്പൊ ഇപ്പൊ ഉണ്ടായ ഈ 1.5 മണിക്കൂറിലുണ്ടായ ടെസ്റ്റാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിക്കും. പ്രചരണം ഇതന്നെ പോലെ. ഈ പറയുന്ന പൊളിറ്റിക്കൽ നെക്സസ്, പിണറായിസത്തോടൊപ്പമുള്ള പൊളിറ്റിക്കൽ നെക്സസ് ആയിട്ടുള്ള ഈ പറയുന്ന സ്വരാജിന്റെ രാഷ്ട്രീയവും ഈ പറയുന്ന ഷൗക്കത്തിന്റെയും ഈ പറയുന്ന എന്താ പറയാ VD സതീശന്റെയും ഈ നെക്സസ് പൊളിറ്റിക്സ് അതായിരിക്കും തെരഞ്ഞെടുപ്പിലെ പ്രചരണ വിഷയം. നെക്സസ് പൊളിറ്റിക്സ്. ഈ 2 വ്യക്തികളും പിണറായിസവും BJPയും RSSും തമ്മിലുള്ള ആ നെക്സസ് ഇവിടെ ചർച്ച ചെയ്യപ്പെടും. മനസ്സിലായില്ലേ? പറവൂരിൽ അദ്ദേഹം വിജയിക്കാൻ പോകുന്നില്ല പിണറായി വിജയന്റെ സഹായമില്ലാതെ. പറവൂരിൽ ആരെ സ്ഥാനാർത്ഥി? ഇദ്ദേഹത്തിന് കഴിഞ്ഞ 4-5 ടേമായിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ.